ഇന്ന് വിളവെടുക്കാൻ ഡിഫറെൻ്റ് ഫാർമറാണ് വരണേ. എന്താ പറിക്കാൻ പോണേ? സുക്കീനിയാണ്. സുക്കീനി എവിടെയാന്ന് കണ്ടുണ്ടോ? എവിടെ? സുക്കീനി ആകാശത്താണ് നോക്കണത്. ഇതാണ് സുക്കിനിയുടെ പ്ലാന്റ്. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാം. ഞാൻ പിടിക്കും. എന്നിട്ട് അതിൽ കൂടെ പോയിട്ട് എടുക്കണേ. അതിൽ കൂടെ പോയിട്ട് എടുക്കണം. It's big. Come this way. This way, this way. That is the way. zucchini വളർന്നിട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അവിടെ നിന്ന് പൊക്കി കാണിച്ചോട്ടെ. ഇലയൊന്ന് മാറ്റി കാണിച്ചു. ഒരെണ്ണം കൂടി കിടക്കുന്നു. എത്രയുണ്ട് നോക്കിയാൽ ഹൈറ്റ്? സാമിൻ്റെ മുട്ടിൻ്റെ അത്രയ്ക്കുണ്ട്. ഒന്ന് പൊക്കി പിടിച്ച എൻ്റെ ഹെഡിൻ്റെ അവിടെ ഇത്രയുണ്ട് സാധനം. സാധനക്കാളും വെയിറ്റ് ഉണ്ടോ? അമ്മാമ്മ എന്താ പറയണത് നോക്കാം. താഴത്ത് വിളവെടുത്തിട്ട് പോണണ്ടാ. കൊച്ചിൻ്റെ അത്ര ഉണ്ടല്ലേ? കട്ട് ചെയ്തിട്ട് കണ്ടാ ഇതുപോലത്തെ പാക്കറ്റിൽ ഓരോ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഇത് തോട്ടത്തിൽ നിന്നുള്ള ഇതാണ് പയറാണ്. ഇതുണ്ട്, ഇത് പയർ ഉണ്ട്, അത് ബീൻസ്. ഇതുണ്ട കഴിഞ്ഞ പോലെ നമ്മുടെ ഇതിന്നുണ്ടായ മുളകാണ് ഇരിക്കുന്നത്. വേണ്ട, ഇത് മുഴുവൻ നമ്മളിങ്ങനെ ഇട്ടിരിക്കുക. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കും. മനസ്സിലായ? ഇതുപോലെ ഞങ്ങൾക്കത് ഇതെന്തെന്നാ? ഇത് കുമ്പളങ്ങ. മറ്റേ സുക്കിനി. സുക്കിനി ഒരെണ്ണം ഇത് ഉണ്ടായതാണ്. ഇതുണ്ട് മത്തങ്ങ. ഇതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്യാം. ഇറച്ചി നമ്മളിതുപോലെ ബീഫൊക്കെ 5 കിലോ വാങ്ങിച്ചിട്ട് ഇതുണ്ട് ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇത് മാത്രം എടുക്കും, മാറ്റത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഫ്രഷ് ബീഫാട്ടാ. ഫ്രഷ് ഇവിടെ വെട്ടിയ ബീഫ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയണത്, കൂടുതൽ പച്ചക്കറി നമ്മൾ പറമ്പിലുണ്ടാക്കിയാലും നമുക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഫ്രീസ് ചെയ്യാൻ അതിൻ്റെ ടേസ്റ്റൊന്നും നഷ്ടപ്പെട്ടില്ല. നമുക്ക് 1 വർഷം കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റൊന്നും നഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് എടുക്കണം. അതിന് കുറേ ഞങ്ങൾക്ക് താഴത്ത് വേറൊരു ചെസ്റ്റ് ഫ്രീസർ ഉണ്ട്. ആ ഫ്രീസറിൽ ഏകദേശമൊക്കെ ഫുള്ളാണ്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ എപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ പച്ചക്കറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾ, നമ്മൾ മരുന്നൊന്നും അടിക്കാത്ത വെജിറ്റബിൾ നമ്മൾ ഫ്രീസ് ചെയ്ത് 1 വർഷം ഫ്രീസ് ചെയ്താലും എന്താ പറയുക, നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. പിന്നെ ഹെൽത്തിയല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോകളിലൊന്നും പറയാറില്ല ഒരു കാര്യം പറയാറില്ല. എൻ്റെ വീഡിയോ എൻ്റെ വ്യൂസിൻ്റെ നോക്കുമ്പോഴേ
ആ കൂടി ഒരു 50% പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ ഓ ബേബി ഹെയർ കട്ട് ചെയ്ത. ആരാ ഹെയർ കട്ട് ചെയ്ത? ജോളി ആൻറ്റി, ജോളി അമ്മമ്മ. ഞങ്ങളുടെ ഞങ്ങൾക്ക് കൂട്ടത്തിലൊരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്. നാട്ടിലെല്ലാവർക്കും അറിയാം. നാട്ടിൽ ഹോളിവുഡ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ് നടത്തിയിരുന്ന അവരിപ്പോൾ ന്യൂസിലാൻഡിലാണ്. ഇവിടെ അവർക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്. അന്നാസ് ബ്യൂട്ടി പാർലർ എന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് subscribe to like and share to our channel. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ജസ്റ്റ് കാണുന്നവരൊന്നും കൂടി നോക്ക്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? കാരണം 50% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കാണുന്നുണ്ട്. പിന്നെ എന്താ ചിലപ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ട് ഒരു 3 മിനിറ്റൊക്കെ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്താലേ സബ്സ്ക്രിപ്ഷൻ വരുള്ളൂ. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ശരി, ബൈ.